ജീവന്റെ ഏറ്റവും അടിസ്ഥാന ആവശ്യമായ ഒന്നാണ് വെള്ളം. നമ്മുടെ ഗ്രഹത്തിന്റെയും ശരീരത്തിന്റെയും ഭൂരിഭാഗങ്ങളും വെള്ളത്താൽ മൂടപ്പെട്ടിരിക്കുന്നു. ജലമില്ലാതെ ജീവിതം അസാധ്യമാണ്. A river, pond, tap, well are the sources of water. Water cycle is a continuous movement of water within the earth and the atmosphere. It is a complex process which involves various other processes in it. It includes evaporation, condensation and precipitation. The liquid water evaporates to form water vapor, which on later on condensation forms clouds, and these clouds which later precipitates in the form of rain and snow. ജലത്തിന്റെ കുറച്ച് ഉപയോഗങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. വായുവില്ല മനുഷ്യന്റെയും സകല സസ്യജന്തു ജീവിതാളുകളുടെയും നിലനിൽപ്പിന് അത്യാവശ്യമായിട്ടുള്ള രണ്ടാമത്തെ ഘടകമാണ് ജലം. കൂടാതെ കൃഷി, വ്യവസായം, വൈദ്യുതോത്പാദനം തുടങ്ങിയ മേഖലകളിലും ജലം ധാരാളമായി തന്നെ ഉപയോഗിക്കും. വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത് വാട്ടർ സോഴ്സസിന്റെ പൊല്യൂഷനാണ്. അതായത് ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, അതുപോലെ കെമിക്കൽ സബ്സ്റ്റൻസസ്, ഓയിൽസ്, ഇതൊക്കെ കൊണ്ടുപോയി വാട്ടർ സോഴ്സസിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പൊല്യൂഷനാണ്. ഇത് കാരണം ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും അതുപോലെ വാട്ടറിലെ ഓർഗാനിസത്തിന്റെ എക്സ്റ്റിങ്ഷൻ ഒക്കെ കാരണമാകുന്നുണ്ട്. ഇങ്ങനെ വാട്ടർ സോഴ്സസ് പൊല്യൂട്ട് ആകുന്നതാണെങ്കിൽ ഭാവിയിൽ നമ്മൾ വില കൊടുത്ത് വെള്ളം വാങ്ങേണ്ടി വരുന്ന അവസ്ഥ അധികം വിദൂരമല്ല. ആധുനിക ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് ജലക്ഷാമവും ജലസംരക്ഷണവും എന്നത്. ജലസംരക്ഷണത്തിന്റെ പ്രാരംഭ നടപടികൾ നാം ആരംഭിക്കേണ്ടത് നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെയാണ്. ഉപയോഗത്തിലല്ലാത്തപ്പോൾ ടാപ്പുകൾ ഓഫ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ടാപ്പുകളിൽ ഉണ്ടാകുന്ന ചെറിയ ചോർച്ചകൾ പോലും ഉടനടി പരിഹരിക്കുന്നതിനുമായി നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. മഴവെള്ള സംഭരണികൾ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ ഉപയോഗപ്പെടുത്തുകയും ഡ്രിപ്പ് ഇറിഗേഷൻ പോലെയുള്ള ആധുനിക കൃഷിരീതികൾ അവലംബിക്കുന്നതിലൂടെ നമുക്ക് ഒരു പരിധിവരെ ജലത്തെ സംരക്ഷിച്ചു നിർത്താൻ വേണ്ടി സാധിക്കും. സേവ് വാട്ടർ, സേവ് ലൈഫ്.